തൃശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത കുഴിക്കാട്ടുശ്ശേരി കേരളത്തിൽ നിന്ന് മാഞ്ഞുപോയ ഗ്രാമീണതയുടെ അകപ്പച്ച ഇപ്പോഴും സൂക്ഷിക്കുന്ന പ്രദേശമാണ്. ഗ്രാമിക ഇവിടെ ഒരു ജനകീയ പ്രസ്ഥാനം മാത്രമല്ല, ഒരു ചിരാഭിമുഖ്യത്തിന്റെ സാന്നിധ്യം കൂടിയാണ്. ഗ്രാമികയ്ക്കടുത്ത് TG സുബ്രഹ്മണ്യന്റെ കുടിയിടത്തിൽ വളരുന്ന 30ഓളം നാടൻ പശുക്കൾ ഗ്രാമകേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യ സാമ്പത്തിക വിപ്ലവത്തിന്റെ പുറപ്പാടാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. സുഭാഷ് പലേക്കറുടെ പ്രകൃതി കൃഷിയും പശുപരിപാലനവും ഗവ്യങ്ങളുടെയും ഗോ ആധാരിത ഔഷധങ്ങളുടെയും ഉൽപാദന വിപണനവും ആഗോള താപനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും സുബ്രഹ്മണ്യന്റെ ജീവിതത്തെയും ലോകബോധത്തെയും നിർവചിക്കുന്നു. ആറ് ഇനങ്ങളിലുള്ള പെട്ട പശുക്കളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതാണ് വേൾഡ് ഫേമസ് വെച്ചൂര്. ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ പശു ഇതാണെന്നാണ് സുഭാഷ് പലേക്കർ അദ്ദേഹത്തിൻ്റെ പശു പുസ്തകത്തിൽ പറയുന്നത്. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു അതിനാണ് കപില ഇതിൻ്റെ നെയ്യ് അത്യന്തം വിശേഷമാണെന്ന് അതിനെ പറയുന്നത്. ഇത് 2 അപൂർവ ഇനങ്ങളാണ്. വെച്ചൂരാണ്, ഒപ്പം തന്നെ കറുത്ത കപിലയാണ്. ഇത് വളരെ വളരെ അപൂർവമാണ്, വേറെ എവിടെയും നമ്മൾ ഇതിനെ കണ്ടിട്ടില്ല. ഇത് തൃശ്ശൂർ ജില്ലയിലെ തനി നാടൻ ഒരു ഇനമാണ്. ഇതിന് 3 ലിറ്ററോളം പാല് കിട്ടും. ഇതിൻ്റെ നെയ്ക്ക് നല്ല സുഗന്ധമുണ്ട്, വളരെയധികം കൊഴുപ്പിന് കിട്ടും, കുറേ കാലം ഇതിനെ കറക്കാൻ പറ്റും. വളരെയധികം പ്രസവം കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡിക്കൊന്നും ഒരു ഉടവൊന്നും ഉണ്ടാവില്ല. ഇന്ന് ഈ ലോകമാക്കിയിരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ പരിഹാരം നാടൻ പശു മാത്രമാണ്. എല്ലാ ഇനത്തിൽപ്പെട്ട പശുക്കളെ ഒന്നോ 2 സംരക്ഷിക്കണം. ആ ഇനത്തിൽപ്പെട്ട കാളയെ സംരക്ഷിക്കണം. അങ്ങനെ ഇതൊരു മാതൃകയാവണം, മറ്റുള്ളവർക്ക് പശുവിനെ കുറിച്ച് പഠിക്കാനും അറിയാനൊരു മാതൃകയാവണം. അതാണ് ഇത്രയും പശുക്കളെ. അപ്പോൾ ഒരു കുറേയധികം പശുക്കളെ വളർത്തുന്നത് സ്വാഭാവികമായ രീതിയിൽ വളർത്തുക എളുപ്പമല്ല. ഇപ്പോൾ ഇത്രയും പശുക്കളൊക്കെ വളരെ സ്വാഭാവികം. ഇവിടെ നിന്ന് ഇപ്പോൾ ഇത്രയും പശുക്കൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ പാടത്ത് കൊണ്ടുപോകും, രാവിലെ കൊണ്ടുപോകും, വൈകിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ സ്വാഭാവികമായി തന്നെയാണ് വളരുന്നത്. ഇപ്പോൾ ഈ രീതി വളരെയധികം പ്രചാരം ആർജിച്ച് വരികയാണ്. അപ്പോൾ നാടൻ പശുക്കളെ നമുക്ക് ഇപ്പോൾ ഇത് തുടക്കത്തിൽ ഇവിടെ തുടങ്ങി വന്ന ഒരാളെന്ന നിലയിൽ പശുവിനെ എവിടെ കിട്ടാമെന്ന് ചോദിക്കും. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് കൊടുക്കണ ഒരു ബാധ്യത കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു 400-ലധികം പശുക്കൾ നമ്മൾ കേരളത്തിലെ വിവിധ ജില്ലകളിലും ഇവിടെ തൊട്ടടുത്ത് അനേകം പശുക്കളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ആവശ്യമില്ല, അവർ കൊടുക്കേണ്ടി വരികയാണ് നമ്മുടെ അതിൻ്റെ ആവശ്യം. നമ്മുടെ ഈ മാതൃഗ്രഹമായ ഈ ഭൂമി ഇത് അത്യന്തം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. അപ്പോൾ നമുക്കറിയാം, അതൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ മുഴുവൻ ഉണർന്നിരിക്കുന്ന മുഴുവൻ പേർക്ക് അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം എത്രത്തെ പ്രശ്നങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ആഗോളതാപനത്തിൻ്റെ പ്രശ്നമുണ്ട്, ഭക്ഷ്യസുരക്ഷയുടെ പ്രശ്നങ്ങളുണ്ട്, മാനസികവും ശാരീരികമായ അവശതകൾ അനുഭവിക്കുന്ന നിരവധി മനുഷ്യൻ്റെ പ്രശ്നങ്ങളുണ്ട്, ജലദൗർലഭ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വായു വെള്ളത്തിൻ്റെ മലിനീകരണത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇതിനൊക്കെ ഒരൊറ്റ അടിക്കുള്ള ഒരു പരിഹാരം നാടൻ പശുവാണ്. നമുക്ക് ഓരോന്ന് പരിചയം. ഇപ്പോൾ രാസകൃഷിയാണ് 60% ആഗോളതാപനത്തിന് കാരണം. അപ്പോൾ നാടൻ കൃഷിയിലേക്ക്, ജൈവ കൃഷിയിലേക്ക് അല്ലെങ്കിൽ പശു ഉപയോഗിച്ചുള്ള കൃഷിയിലേക്ക് കടന്നാൽ നമുക്ക് ഈ ആഗോളതാപനത്തിന് പരിഹാരമായി. ഭക്ഷണം ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ മുഴുവൻ ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറി മുഴുവൻ വിഷലിപ്തമാണെന്ന് നമുക്കറിയാം. അതാണ് ഇന്നത്തെ രോഗത്തിനും കാരണം. അപ്പോൾ നാടൻ പശു വരിക വഴി നമുക്ക് ജൈവ രീതിയിലുള്ള കൃഷി തുടങ്ങാം. അങ്ങനെ നമ്മുടെ ഭക്ഷണം ശരിയായി, അതുവഴി നമ്മുടെ ആരോഗ്യം ശരിയായി. പിന്നെ ജലദൗർലഭ്യത്തിൻ്റെ പ്രശ്നം. ഇപ്പോൾ നാടൻ പശുവിൻ്റെ ചാണകം വീണ സ്ഥലത്ത് 15 അടി ഉയരത്തിൽ നിന്ന് മണ്ണിര അവിടേക്ക് വരും. അങ്ങനെ ഇപ്പോൾ പെയ്യുന്ന മഴവെള്ളമൊക്കെ മുഴുവനും അപ്പം തന്നെ ഒലിച്ചു പോവാണ്. അങ്ങനെ നാടൻ പശുവിൻ്റെ ചാണകം വീഴുന്നിടത്തും അല്ലെങ്കിൽ ജൈവ ഈ കൃഷി ചെയ്യുന്നിടത്തൊക്കെ വെള്ളം ഭൂമിയിലേക്ക് താഴും. അങ്ങനെ ജലത്തിൻ്റെ ഉയരും, ജലനിരപ്പ് ഉയരും. അങ്ങനെ അതിനൊരു പരിഹാരമായി. പിന്നെ ഊർജ്ജ പ്രതിസന്ധി മനുഷ്യർക്ക് മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ ബയോഗ്യാസ് ഉണ്ടാക്കി അതിനൊരു പരിഹാരമായി. പശുവിൻ്റെ ചാണകം ഉണക്കി പോലും കത്തിക്കാം. അങ്ങനെ ഇന്ന് മനുഷ്യൻ പിന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നമ്മുടെ സമ്പത്ത് നിരവധി രാജ്യങ്ങളിലേക്ക് നമ്മുടെ പല ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. ഭക്ഷണം, ധാന്യങ്ങളെല്ലാം ഇറക്കുമതി, മരുന്നുകളൊക്കെ ഇങ്ങനെ ഇറക്കും നമ്മുടെ സമ്പത്ത് പോയി. അപ്പോൾ പശു വരുമ്പോൾ നമ്മുടെ സമ്പത്തൊന്നും ഒരിക്കലും പണ്ട് ഗ്രാമങ്ങൾ എങ്ങനെയായിരുന്നു. പണ്ട് നഗരങ്ങളിലുള്ളവർ ഗ്രാമത്തിൽ വന്നാണ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടത്. ഇപ്പം നേരെ മറിച്ചാണ്, ഗ്രാമങ്ങളിലുള്ളവർ നഗരത്തിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി. അപ്പം നമ്മുടെ സമ്പത്ത് നഗരത്തിൽ വിദേശങ്ങളിലേക്ക് കൊടുക്കുകയാണ്. പശു വരിക വഴി നഗരത്തിലെ സമ്പത്ത് നമ്മൾ ഇപ്പം എൻ്റെ ഇവിടെ ഉണ്ടാകുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും ഓരോ ദിവസവും ആൾക്കാർ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകണം. ഇപ്പം എൻ്റെ സമ്പത്ത് ഞാൻ ഒരു സാധനം കാര്യമായ സാധനങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ടി എനിക്ക് വരുന്നില്ല. ഞാൻ നെൽകൃഷി ചെയ്യുന്നുണ്ട്, പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പശുവിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഞങ്ങൾ ഒരു 5 വർഷത്തോളമായി ഈ പശുവിനെ ഇവിടെ ഒരു പ്രോജക്റ്റായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന് ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തത് ഒരു നാടൻ പശുവിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കോടാലി അടുത്ത് മൊനൊടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കൊണ്ടുവന്നത്.
അത് കാട്ടിൽ വളർന്ന പശുവായിരുന്നു. ചെറിയ പശുക്കുട്ടി തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത്. അതിനിടയ്ക്ക് ഞങ്ങൾ പലേക്കറിൻ്റെ സുഭാഷ് പലേക്കറിൻ്റെ പ്രകൃതി കൃഷിയെക്കുറിച്ച് സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് പഠിക്കാനിടയായി. അദ്ദേഹം ഇവിടെ അഷ്ടമിച്ചിറയിലും പിന്നെ കോട്ടയത്തുമൊക്കെ പോയിട്ട് അഷ്ടമിച്ചിറയിൽ ഞങ്ങളൊരു ഇത് അദ്ദേഹത്തിന് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അത് പഠിക്കുകയാണ് ചെയ്തത്. അത് പഠിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗുരുഗ്രാം പ്രോജക്റ്റ് എന്ന പേരിൽ കുഴിക്കാട്ടുശ്ശേരിയിൽ ഈ പ്രോജക്റ്റായിട്ട് അത് തുടങ്ങിയത്. പിന്നെ കാസർഗോഡ് നിന്നോ കർണാടകത്തിൽ നിന്നൊക്കെയാണ് പശുക്കൾ ഇപ്പോൾ കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കുന്നത്. അത് എത്ര ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ കഴിയുന്നുണ്ട്. പശു ഇതേ തീർന്നുകൊണ്ടിരിക്കും. ഇവിടെ വന്ന ആൾക്കാർ കൊണ്ടുപോയിക്കോളും. ഇപ്പോൾ നമ്മൾ കുറേയധികം പശുക്കളെ ഇതിൽ കണ്ടല്ലോ, അതിൽ കുറേ എണ്ണം പലതും കൊടുക്കാനുള്ളതാണ്. വളരെ വളരെ വിശേഷപ്പെട്ട ഇനത്തിൽപ്പെട്ട പശുക്കളൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും. ഓരോ 1-2 പശുക്കൾ, ഞാൻ പറഞ്ഞില്ല 5 ഇനം പശുക്കളെങ്കിലും ഇവിടെ ഉണ്ട്. മലനാട്, കാസർഗോഡ്, തനി നാടൻ ഇനങ്ങൾ, കപില, കറുത്ത കപില, ഇതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഉള്ള മറ്റെല്ലാ പശുക്കളെയും നാം കൊടുത്തുകൊണ്ടിരിക്കും. പുതിയ പശുക്കളെ നാം കൊണ്ടുകൊണ്ടിരിക്കും. അതൊരു വരുമാന മാർഗ്ഗമല്ല ആയിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. പശുക്കൾ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ട്. പശുവിനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പശുവിനെ കൊണ്ടുവന്ന് ഇവിടെ തരുന്നു, ഞാനത് കൊണ്ട് മറ്റുള്ള ആവശ്യക്കാർക്ക് കൊടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ പശുവിനെ കൊണ്ട് എവിടെയാണെന്ന് അന്വേഷിക്കാനോ യാത്ര ചെയ്യാനോ ഈ മരുന്നുകളും ഈ കൃഷിയും ചെയ്യുന്നതിനിടയ്ക്ക് എനിക്കിപ്പോൾ കഴിയില്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ പ്രക്രിയ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആവശ്യക്കാർ വളരെയധികം വന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ കൃഷി രീതി പ്രചാരത്തിൽ വരണം. ഈ ആരോഗ്യ രംഗം മോശമായിരുന്നു. അപ്പം നമ്മൾ കണ്ടു, പത്രത്തിൽ കണ്ട് 50% സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ജീവിതശൈലി രോഗങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇനി 5-10 വർഷം മുമ്പ് എത്രയായിരിക്കും? അതിനൊക്കെ കാരണം ഇതാണ്. അതുകൊണ്ടാണ് ഗാവോ വിശ്വസ്യ മാതരാന്ന് യജുർവേദം പശുവിനെ കഴിച്ചു. ഈ പ്രപഞ്ചത്തിൻ്റെ മാതാവാണെന്ന്. പശു ഇല്ലാതെ ഈ പ്രപഞ്ചമില്ലേ, നമുക്ക് ജീവിതമില്ല. ഒരു 10 ആനയെ കാണണമെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് പോയി കാണാം. പക്ഷേ ഒരു 10 നാടൻ പശുക്കളെ കാണാൻ നമ്മുടെ നാട്ടിൽ സാധിക്കുന്നില്ല എന്ന് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നാടൻ പശുക്കളെ വളർത്തുവാനായിട്ടുള്ള ഒരു സാഹസം സുബ്രഹ്മണ്യൻ ചേട്ടൻ കാണിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. കുഴിക്കാട്ടുശ്ശേരി തോട്ടുപുരയിൽ ഗോവിന്ദന്റെയും കല്യാണിയുടെയും 6 മക്കളിൽ 4ാമനായ സുബ്രഹ്മണ്യന്റെ ആദർശ ബിംബമാണ് നാടൻ പശു. കേരളീയ ഗ്രാമങ്ങളെ സ്വാശ്രിതത്വത്തിന്റെ സമ്പദ് രാഷ്ട്രീയത്തിലേക്ക് ആനയിക്കാനുള്ള കേവല വ്യവഹാരം തന്നെയാണ് ഇദ്ദേഹത്തിന് പശുപരിപാലനം. തൊഴിലില്ലായ്മ, ഭക്ഷ്യദൗർലഭ്യം, ആരോഗ്യപ്രശ്നങ്ങൾ, പരിസ്ഥിതി നാശം തുടങ്ങി ആധുനിക കേരളീയ സമസ്യകൾക്ക് പശു ഉത്തരം നൽകുന്നു. സുബ്രഹ്മണ്യൻ നിർമ്മിക്കുന്ന ഗവ്യജന്യ ഔഷധങ്ങൾ ആയിരക്കണക്കിന് രോഗങ്ങൾക്ക് ശമനകാരിയായതുകൊണ്ട് തന്നെ വിപണിയിലെ പ്രിയം നിറഞ്ഞ ചരക്കുകളായി തീർന്നിട്ടുണ്ടത്രേ. ഇത് ഗോമൂത്രം വെച്ചിട്ട് ഘനവടി ഉണ്ടാക്കുന്നതാണ്. ഇത് 1 ലിറ്റർ ഗോമൂത്രം വെച്ചിട്ട് 50 ഗ്രാം ക്ഷാരം കിട്ടും. പിന്നെ പറ്റാറാകുമ്പോൾ 50 ഗ്രാം മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ചുകൂടി വറ്റിച്ചിട്ടാണ് ഈ ഘനവടി ഉണ്ടാക്കുക. ഇത് സർവ്വരോഗത്തിനും നല്ല പ്രതിരോധത്തിനും ഉപയോഗിക്കുന്ന മരുന്നാണിത്. ഇത് ഒരു രോഗമില്ലാത്തവർക്ക് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. നല്ല എനർജി ഉണ്ടാവും. ABCDE 5 വിറ്റാമിനുകളുണ്ട്. പിന്നെ കുങ്കുമപ്പൂവിട്ട് വേറെ സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഇത് ഉപയോഗിച്ചവർ ഇവിടെ വന്ന് സ്ഥിരം അത് വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മൾ പല പരിപാടികൾക്ക് വേണ്ടി വിവിധ ജില്ലകളിൽ പോകുമ്പോൾ അവിടേക്കൊക്കെ കൊറിയർ അയച്ചു കൊടുക്കും. അങ്ങനെ കേരളം ഉടനീളം നമുക്ക് ഇതിൻ്റെ വിൽപ്പനയുണ്ട്. ഇത് ഗോ അറക്ക് ഉണ്ടാക്കുന്ന രീതിയാണ്. ഇതിൻ്റെ അടിയിലെ പാത്രത്തിൽ ഗോമൂത്രം അരിച്ചൊഴിക്കും. പിന്നെ നടുക്ക് ഇവിടെ തട്ടി ആവിയായി അടിയിൽ ഇതിലൂടെ പുറത്തേക്ക് വരും. ഇതിൻ്റെ തണുത്ത വെള്ളം ആണ് ഇത്. അപ്പോൾ ഗോ അർക്ക് ഉണ്ടാക്കുന്ന രീതിയാണിത്. ഇതിങ്ങനെയാണ് ഗോ അർക്ക് ഉണ്ടാക്കുക. ഇത് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സർവ്വരോഗത്തിനും നല്ല പ്രതിരോധത്തിനും ഉപയോഗിക്കുന്നത്. ഗോമൂത്രം നേരിട്ട് ഉപയോഗിക്കാൻ പലർക്കും മടിയുണ്ടാവും. അപ്പോൾ ഈ അർക്ക് വളരെ സുഖമായിട്ട് ഉപയോഗിക്കാം. ഗോമൂത്രം പിന്നെ പഴയ കുടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പികളിലാക്കി ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം. പിന്നെ മുഖത്തിടാനുള്ള പൊടി ഉണ്ടാക്കുന്നുണ്ട്. കുളിക്കാനുള്ള തലയിൽ തയ്ക്കാനോ മുഖത്ത് ഇടാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ എള്ള് ഇപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എള്ളെണ്ണയിൽ നിന്ന് എത്ര ജ്യോതി എന്ന ഉൽപ്പന്നം ഉണ്ടാക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന എള്ള ശുദ്ധ ആയിരിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും നാം തന്നെ കൃഷി ചെയ്ത് നാം തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ഇവിടെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നാം ഒന്നും വാങ്ങാതെ തന്നെ ഇവിടെ നിന്നും കൃത്രിമായി ഒന്നും അതിലുണ്ടാവില്ല. ഒരു നായക്കുട്ടിനെ വളർത്തുന്നതിൽ 10 അംശം പോലും ചിലവില്ല ഒരു പശുവിനെ വളർത്തുന്നതിന്. ഒരു പശുവിന് പാല് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതല്ല, ഇപ്പോൾ നമ്മൾ കണ്ടുകയാണ് പശുവിന് എത്രയോ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചിട്ട് കൃഷി നടത്തുന്നില്ല. ഒരു പശു ഉണ്ടെങ്കിൽ 35 ഏക്കറോളം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതുപോലെ എത്രയോ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. രോഗശാന്തിക്ക് വേണ്ടിയിട്ട് എത്രയോ മരുന്നുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു പശുവിനെ വളർത്തിയാൽ തന്നെ ഒരു കുടുംബം സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണിത്. പക്ഷേ ഇത് മനസ്സിലാക്കാനാണ് പല ആളുകളും പല ജോലിക്കും തിരിയുന്നത്. പക്ഷേ ഇതൊരു കാർഷിക സംസ്കാരവും
ഇങ്ങനത്തെ ഒരു സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കേണ്ട ആവശ്യം ഉണ്ട് ഇവിടെ. ഇപ്പം മറ്റ് സങ്കര ഇനം പശുക്കളെ വളർത്താൻ വലിയ ചിലവുണ്ട്. അവയ്ക്ക് മറ്റ് കാലിത്തീറ്റ കൊടുക്കണം. ഈ നാടൻ പശുക്കളെ വളർത്താൻ വേണ്ടി ചിലവൊന്നുമില്ല. അവയ്ക്ക് പച്ചപ്പുല്ലും വെള്ളം മാത്രം കൊടുത്താൽ മതി. പക്ഷെ അതിന് മറ്റേ പശുവിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നത്തേക്കാൾ ഇപ്പം അതിൻ്റെ നെയ്ക്ക് 300 രൂപയിലും കൂടുതലേ ഉള്ളൂ. ഇതിന് 1 കിലോ നെയ്ക്ക് 2000 രൂപ വിലയുണ്ട്. അത് നമുക്ക് ഒരിക്കലും ഇത്രയും 5-10 പശുക്കൾ കറക്കുന്നുണ്ടായിട്ട് പോലും നമുക്ക് ഒരിക്കലും ആവശ്യക്കാർ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പം ഇതിൻ്റെ ചാണകം 1 കിലോ ഉണങ്ങിന് 150 രൂപ വിലയുണ്ട്. 2-3 കിലോ ചാണകം ഉണങ്ങി ഉണ്ടാക്കാം. ഇതിൻ്റെ മൂത്രത്തിൽ നിന്ന് ഘനപൊടി ഉണ്ടാക്കാം, ഗോമൂത്ര ആസവം ഉണ്ടാക്കാം, ഇതിൻ്റെ മോരിൽ നിന്ന് തക്രാരിഷ്ടം ഉണ്ടാക്കാം. അപ്പോൾ നിരവധി മൂലാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അത് മറ്റേ പശയേക്കാൾ 10 മടങ്ങ് വരുമാനം ഉണ്ടാക്കാം, ചിലവൊന്നുമില്ലാതെ. മറ്റേ പശയിൽ നിന്ന് ഒരു 75% ചിലവ്, 20% എനിക്ക് ലാഭം കിട്ടുക. ഇത് മുഴുവനും ലാഭമാണ്. അപ്പോൾ അതിന് മറ്റു കാര്യങ്ങൾ കൂടി ഉണ്ട്. പശു നമ്മുടെ വീട്ടിലുണ്ടായിരുന്നാൽ അതിൻ്റെ പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതിനെ പരിപാലിക്കുന്നവർക്ക് പശുവുള്ള സ്ഥലം തീർത്ഥകേന്ദ്രമാണെന്ന് പറയാം. തീർത്ഥകേന്ദ്രത്തിൽ ശരിക്കും മോശം ഉറപ്പാണെന്ന് പറയുന്നുണ്ട്, വേദങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ. അപ്പോൾ പശു നമ്മുടെ സാമീപ്യത്തിൽ ഉണ്ടായാൽ നമുക്ക് സന്തോഷമായിരിക്കും, ആനന്ദം. അതൊക്കെ നമുക്ക് കിട്ടുന്ന ബോണസുകളാണ്. വരുമാനം ഉണ്ട് തരും. അപ്പോൾ അതിന് പാരിസ്ഥിതികമായ സന്തുലനാവസ്ഥ നിലനിർത്തുന്നുണ്ട് പശു. മറ്റേ പശു ചാണകം പാലോ ദോഷം ചെയ്യുന്നതാണ്. അത് പാല് തരുന്നൊരു മൃഗം മാത്രമാണെന്നാണ് സുഭാഷ് പാലേക്കർ പറയുന്നത്.